മതി മോളെ, കളി നിർത്തിയിട്ട് വാ, ഉറങ്ങാൻ സമയമായി. ഓക്കെ അമ്മച്ചി. അമ്മച്ചി ഉറക്കം വരുന്നില്ല, ഒരു കഥ പറഞ്ഞുതരൂ. അതിനെന്താ? മുത്തശ്ശി, മല്ലന്റെ മാധവന്റെ കഥ പോലെയല്ല, രാജാവിന്റെ രാജ്ഞിന്റെ കഥ പറഞ്ഞുതരൂ. എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കഥ പറഞ്ഞു തരാമല്ലോ. താങ്ക് യു. ഒരു രാജ്യത്ത് ഒരു രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. ഒരു മോനും 2 പെൺമക്കളും. അവരുടെ പേരെന്തായിരുന്നു മുത്തശ്ശി? മൂത്തവന്റെ പേര് സോളമൻ. രണ്ടാമത്തവളുടെ പേര് ശലോമി. മൂന്നാമത്തെ ചെറിയ മോളുടെ പേര് എസ്തർ. അവര് രാജാവും മക്കളും എല്ലാം കൂടെ സന്തോഷമായിട്ട് ആ കൊട്ടാരത്തിൽ കഴിഞ്ഞു വരുമായിരുന്നു. ചേടത്തിക്ക് അനിയത്തിയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അനിയത്തിയോട് എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. ഒരു ദിവസം രാജാവ് ഈ മക്കളെ അടുത്ത് വിളിച്ചു. മക്കളുടെ സ്നേഹം അദ്ദേഹത്തോട് എത്രമാത്രം ഉണ്ടെന്നറിയാൻ വേണ്ടി മൂത്ത മകളോട് ചോദിച്ചു, മോളെ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? അവളപ്പോൾ ഓർത്തു, ഞാൻ പഞ്ചസാരയോളം സ്നേഹിക്കുന്നെന്ന് പറയാവുന്ന. പഞ്ചസാര നല്ല മധുരമുള്ളതല്ലേ. അച്ഛനെ ഞാൻ പഞ്ചസാരയോളം സ്നേഹിക്കുന്നുണ്ട്. Daddy, I love you like sugar. And I love you, my daughter. So sweet. ശരി. ഇളയ മോളോട് ചോദിച്ചു, നീയോ? അച്ഛനെ ഞാൻ ഉപ്പ് പോലെ സ്നേഹിക്കുന്നുണ്ട്. അന്നേരം എന്ത്, രാജാവിന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചിട്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവളെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലാക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ടുപോയി വെളിയിൽ വിട്ടു. എന്നിട്ട് ഇതെല്ലാം സംസാര വിഷയമായി കൊട്ടാരത്തിൽ. രാജാവ് ഇങ്ങനെ മകളെ പുറത്താക്കിയെന്നും ഇങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്നും എല്ലാം പറഞ്ഞു. The princess, she is not well. I know, it truly worries me. അപ്പം ഇതറിഞ്ഞിട്ട് മകൻ തിരിച്ചു വന്നു. മകനോട് ഭൃത്യന്മാർ വിവരങ്ങളൊക്കെ പറഞ്ഞു. സംഭവങ്ങളൊക്കെ കൊട്ടാരത്തിൽ നടന്നപ്പോഴേ മകൻ അവിടെ ഇല്ല, അവൻ നായാട്ടിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ മകൻ തിരിച്ചു വന്നു നായാട്ട് കഴിഞ്ഞ്. എന്നിട്ട് മകനോട് ഈ ഭൃത്യന്മാർ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. You are right about Esther. She is very kind. And she has a strength that few possess. അപ്പോൾ അവൻ ഇത് കേട്ടേച്ച് ഭൃത്യന്മാരോട് എന്തു പറഞ്ഞെന്നറിയാം? ഇനി അച്ഛന് ആഹാരം കൊടുക്കുന്നതിൽ ഒന്നിലും ഉപ്പ് ചേർക്കണ്ട, പഞ്ചസാര ചേർത്ത് കൊടുത്തേച്ചാൽ മതിയെന്ന് പറഞ്ഞു. You are not to use any salt in my food, understand? None whatsoever. Your Majesty, for all dishes prepared for me. അങ്ങനെ അവരതുപോലെ ചെയ്തു. ആഹാരമെല്ലാം ഉണ്ടാക്കി പഞ്ചസാര ചേർത്തെല്ലാം കൊടുത്തു. സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ ആഹാരത്തിൻ്റെ കൂടെ. സൂപ്പിനകത്തും പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ ആഹാരം എല്ലാം കഴിച്ചിട്ട് രാജാവ് സൂപ്പ് കുടിച്ചപ്പോൾ സൂപ്പിലും മധുരം. രാജാവ് ഭൃത്യന്മാരോട് വഴക്ക് പറഞ്ഞു, ഇതിനകത്തൊന്നും ഉപ്പില്ലല്ലോ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഉപ്പിഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഉപ്പ് ചേർക്കാതെ തന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് രാജാവിന് അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലായത്. എന്നിട്ട് എന്തു പറഞ്ഞു? മകനെ വിളിച്ചു. മകനോട് പറഞ്ഞു, നീ പോയി അനിത്യക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു.
രാജകുമാരൻ പോയി ഇളയ മകളെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് വന്നു. is our home, so we can cherish these moments. Drawing circles on your back to keep you right by my side. I could say അങ്ങനെ അവരെല്ലാവരും കൂടി രാജകൊട്ടാരത്തിൽ സന്തോഷമായിട്ട് കഴിഞ്ഞു.